ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കണു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിനീസ് കിച്ചൻ്റെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് നമ്മുടെ പക്ഷികൾക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടാണ്. എല്ലാ ദിവസവും ഈ ഒരു ഏരിയ ക്ലീനാക്കി, വളരെ വളരെ ക്ലീനാക്കി, വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി, ആ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി, അവർക്ക് വേണ്ട ന്യൂട്രീഷനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ വെച്ച്, പിന്നെ ഇപ്പോഴത്തെ ചൂട് കാരണം കൊണ്ട് മൺചട്ടിയിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. എല്ലാവരും രാവിലെ 6 മണി മുതൽ വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ മരങ്ങളിലാണ് ഇരിക്കുന്നത്. ഒരുപാട് ശബ്ദത്തോട് കൂടിയിട്ട് നമ്മളെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും. നിങ്ങൾ 1 മിനിറ്റ് വൈകി പോയാൽ കൂടിയിട്ട് അവർക്കത് താങ്ങാൻ പറ്റില്ല. സോ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തരുടെ വരവായി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. പിന്നെ അവിടെ ഓരോരുത്തരെ ഓടിക്കലായി, സ്വയം ഭക്ഷണം കഴിക്കലായി. ഈ ഒരു പ്രോസസ്സ് രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരയ്ക്കും നമ്മൾ വീട്ടിൽ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരുപാട് പക്ഷികൾ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീടും പരിസരവും ഉണ്ടെങ്കിൽ മാത്രമേ പക്ഷികൾ വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ, അതേമാതിരി തന്നെ പക്ഷികൾ വരുള്ളൂ, നമ്മുടെ വീട്ടിൽ പക്ഷികൾ മുട്ടയിടുള്ളൂ എന്നുള്ളതൊക്കെ ഒരുപാട് സത്യമാണ്. ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരൊക്കെ സുഖമായിട്ടും ആ ഒരു പോസിറ്റീവ്നെസ്സോട് കൂടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ എന്നുള്ളതിൻ്റെ സത്യം തന്നെയാണ്. അങ്ങനെ രാവിലെ നേരത്തെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇന്ന് നമുക്കതിന് അത്രയ്ക്ക് സമയമില്ല. എന്താ വെച്ചാൽ ചെയ്തു തീർക്കാനുള്ള പരിപാടികൾ ഒരുപാടുണ്ട്. അപ്പോൾ വിനീസ് കിച്ചണിൽ നടന്ന ചില ദിവസങ്ങളിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 500 വടയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പരിപ്പ് വടയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് കൃത്യം കണക്ക് പറയണമെങ്കിൽ ആ കണക്കിൽ 500 തന്നെയാണ് വേണ്ടിയിരുന്നത്. കുറച്ചായിട്ടുള്ള രീതിയിൽ അവർ ആദ്യം 200 പറഞ്ഞു, പിന്നെ 250 പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൗണ്ട് ഫിഗറായിട്ടുള്ള രീതിയിൽ 500 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഈവൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് യെസ്, നമ്മളെല്ലാം ഭംഗിയായിട്ടുള്ള രീതിയിൽ 3 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ അവരുടെ അടുത്ത് വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് അവർക്ക് ആ ഈവൻറ്റിൻ്റെ സമയത്ത് അത് വൈകണ്ട എന്നുള്ളൊരു തോന്നൽ കാരണം കൊണ്ട്. വിനീസ് കിച്ചണിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ 1 to 2 hours ബിഫോർ തന്നെയാണ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇനി പരിപ്പ് വടയുടെ റെസിപ്പി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കുന്ന പോലെ ആയിരിക്കും. കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ വിനീസ് കിച്ചണിൽ പരിപ്പ് വട എന്നടിച്ചാൽ മതി, അതെന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 500 പീസും റെഡിയാക്കിയിട്ട് നമ്മൾ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഈവൻറ്റിന് 500 പരിപ്പ് വട പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായിരുന്നത് അടുത്തൊരു ഓർഡർ 250ഓളം ഉള്ള ഉണ്ണിയപ്പവും വരുന്നുണ്ടായിരുന്നു. പിന്നെ 50 പേർക്ക്, ഡോക്ടർമാർക്കായിരുന്നു 50 പേർക്കുള്ള ഇഡ്ലി വട സാമ്പാർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട്, ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസിന് വേണ്ടിയിട്ട് 2 ഇഡ്ലി 1 വട, പിന്നെ ഉഴുന്ന് വട ആൻഡ് സാമ്പാർ ചട്നി, ഇതായിരുന്നു കോംബോ അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രഷായിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്നിലും ഒരു കോംപ്രമൈസ് ഏത് സമയത്തും വിനീസ് കിച്ചണിൽ ഇല്ല. എന്നാൽ കൂടിയിട്ട് നമ്മൾ ആ ഓർഡർ നമുക്കൊരു പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം നമ്മൾ ആ ഒരു കണക്കിലെടുക്കണം. ഇവിടുന്ന് അവർക്ക് നമ്മൾ പാക്ക് ചെയ്ത് അവരുടെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളതും കൂടിയിട്ട്, ട്രാവൽ ടൈം. അപ്പോൾ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത ആൾക്കാർ വന്ന് കളക്ട് ചെയ്യും എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കോൺഫറൻസ് റൂമിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിങ്ങിലോ നിങ്ങൾക്ക് 8 o'clock നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഡ്രൈവറെ വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടുന്ന് ട്രാവൽ ടൈമും കൂടി കണക്കാക്കണം. അതുകൊണ്ട് നിങ്ങൾ 6:30 വേണമെങ്കിൽ 6:30 വിട്ടോളൂ, നമ്മളിവിടെ റെഡിയാക്കി വെക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിനീസ് കിച്ചണിൽ എപ്പോഴും പറയാറുള്ളത്. തന്നെ പലവരും കറക്റ്റ് ടൈം കണക്കിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. സോ എല്ലാം റെഡിയായി കഴിഞ്ഞു.
ഇഡ്ഡലി നമ്മൾ സാമ്പാർ, ടിഫിൻ സാമ്പാറാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് അവർക്ക് പച്ചക്കറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു കോംബോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ച് സാമ്പാർ, കുറച്ച് ചട്നി, അതേമാതിരി 2 ഇഡ്ഡലി, ഒരു വട. അപ്പോൾ ഇതെല്ലാം കോംബോ ആയിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ വന്ന് കളക്ട് ചെയ്തു, കറക്റ്റായിട്ട് പോയി. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കോംബോ ആയിട്ട് അവിടെ ഹോസ്പിറ്റൽസിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളിത് സ്വന്തമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് രാവിലെ നേരത്ത് ഇങ്ങനൊരു കോമ്പിനേഷൻ കഴിക്കാനായിട്ട്. പരിപ്പ് വടയുടെ ഫാനല്ല ഞാൻ, പക്ഷേ ഈ ഒരു ഇഡ്ഡലി സാമ്പാർ ചട്നി ആൻഡ് ഉഴുന്ന് വടയുടെ ഭയങ്കര ഫാനാണ്. എനിക്ക് സാമ്പാറില്ലെങ്കിലും ആ ചട്നിയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നു, അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ വീട്ടിലേക്കും കൂടി ചേർത്ത് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ. അവർക്കൊക്കെ കൊടുത്തയച്ചതിന് ശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്കുള്ളത് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കുള്ളൂ, ചിലപ്പോൾ വട മാത്രമേ ഉണ്ടാക്കുള്ളൂ ഞാൻ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ വളരെ റെയറായിട്ടാണ് ചിലപ്പോൾ വരാറുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം അത് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ അടുത്ത ഒരു 11 മണി 11:30 മണിക്ക് നമ്മുടെ എന്താണ് പറയുക, ഒരു മുട്ട പഫ്സിൻ്റെ ഓർഡർ, മുട്ട പഫ്സും വെജ് പഫ്സിൻ്റെയും ഓർഡർ ഉണ്ടായിരുന്നു. അവർക്ക് വന്നിട്ട് ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ആ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് മെയിനായിട്ട് അവർക്ക് വേണ്ടിയിരുന്ന കാര്യം നമ്മുടെ നാട്ടിലത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുട്ട പഫ്സ്, വെജ് പഫ്സ്, നാരങ്ങ വെള്ളം, ഇതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ വലിയ ഒരു ഐസ് ബോക്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളത്തിന്. ആൻഡ് ഞാൻ എന്നിട്ട് അതിശയിക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് വിനീസ് കിച്ചണിൽ ചായ കാപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഫ്ലാസ്കിൽ കൊടുത്തയക്കും. പക്ഷേ വലിയ വലിയ ഐസ് ബോക്സിൽ എന്താണ് പറയുക, വെള്ളം കുടിക്കുന്ന പോലത്തെ ഐസ് ബോക്സിൽ നമ്മൾ ആദ്യമായിട്ടാണ് നാരങ്ങ വെള്ളം കൊടുത്തയക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ അന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം. മുട്ട പഫ്സ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ചിക്കൻ പഫ്സ് ഉണ്ടാക്കും, നമ്മൾ ആ പഫ്സ് ഉണ്ടാക്കി അതോടുകൂടി കഴിയും. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ വന്ന സമയത്ത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. എന്താ വെച്ചാൽ ഒരു ബേക്കറിയിൽ പോയിട്ട് നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഇത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള കാര്യമായിരുന്നു. അച്ഛാ എനിക്കൊരു നാരങ്ങ വെള്ളമല്ല, ഞാൻ നാരങ്ങ സോഡയാണ് കഴിക്കാറുള്ളത്. നാരങ്ങ സോഡയും എനിക്കൊരു മുട്ട പഫ്സും വേണം വെച്ചാൽ ഇത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ബജ്ജി ബോണ്ട, ഇതെൻ്റെ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വിനീസ് കിച്ചണിൽ അത് റീക്രിയേറ്റ് ചെയ്തിട്ട് വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും എന്താണ് പറയുക, നാരങ്ങ വെള്ളം സഹിതം അന്ന് നമ്മൾ നീറ്റായിട്ട് കൊടുത്തയച്ചു. ആൻഡ് അവരുടെ റെസ്പോൺസ് ഭയങ്കര സൂപ്പറായിരുന്നു. അത് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോളേജ് ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിക്ക് അവർക്കും തോന്നിയതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ ഒരു ഓർഡർ തന്നത്. ആൻഡ് വളരെ വളരെ ഹൈ റെസ്പോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. അതിലേക്കെല്ലാം വറുത്ത് കൊട്ടലും നെയ്യിൽ വറുത്ത് കൊട്ടൽ കാര്യങ്ങളൊക്കെ ചെയ്തു ഉണ്ണിയപ്പത്തിൻ്റെ പണി നോക്കി. എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു 3-3:30 സമയമാകുമ്പോഴത്തേക്കും എനിക്ക് 10-250 റെഡിയാവാനുണ്ട്. അങ്ങനെ 2 കല്ലിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഒരു ഉണ്ണിയപ്പക്കാര എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ഉണ്ണിയപ്പക്കാരയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഭും എന്നില്ലാണ്ട് നല്ല ഗുണ്ടുമണി പോലെ നല്ല ചന്ത ഉണ്ണിയപ്പമാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു എന്താണ് പറയുക, ഉണ്ണിയപ്പത്തിൻ്റെ കാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അത്രയും കൊല്ലമായി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 22 ഇയേഴ്സ് എൻ്റെ കൂടെ തന്നെ ഈ ഉണ്ണിയപ്പക്കാരുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഉടനെ ദുബായിൽ വന്ന സമയത്ത് ഞാൻ കരാമ ലുലുന്ന് വാങ്ങിച്ച ഉണ്ണിയപ്പക്കാര എൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. എന്താ വെച്ചാൽ പാത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റാത്തൊരു കാര്യമാണ്. ചില പാത്രങ്ങളോടുകൂടെ എനിക്കുള്ള അടുപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കും കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമാണ് അതൊക്കെ. അങ്ങനെ 22 കൊല്ലമായിട്ടുള്ള ഉണ്ണിയപ്പക്കാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇസ്താൻബുളിലേക്കും ട്രാവൽ ചെയ്തു, ഇത് എന്താണ് പറയുക, ആഫ്രിക്കയിലേക്കും ട്രാവൽ ചെയ്തു, ഇത് എല്ലാ സ്ഥലത്തേക്കും എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുള്ള
ഉണ്ണിയപ്പക്കാരയാണ്. പക്ഷേ ആ ഒരു ഉണ്ണിയപ്പക്കാര മാത്രം കൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ രണ്ടാമതൊന്ന് വാങ്ങിയിട്ട് അതും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ 250 ഉണ്ണിയപ്പം റെഡിയാക്കി അവർ വന്നു, പൂജയ്ക്കുള്ളത് അവർ കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. നമുക്കൊരു നൂലുകെട്ടിൻ്റെ സദ്യയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരുപാട് ഐറ്റംസ് ഒന്നും അവരതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചോദിച്ചിരുന്ന ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഇഞ്ചിപ്പുളി, അതേമാതിരി തന്നെ അച്ചാർ, ചിപ്സ്, ശർക്കര ഉപ്പേരി, ക്യാബേജ് തോരൻ, അതേമാതിരി കൂട്ടുകറി, പിന്നെ ഓലൻ, അതേമാതിരി പൈനാപ്പിൾ പച്ചടി, പിന്നെ എന്താണ് സാമ്പാർ, അവിയൽ, പിന്നെ രസം, പാലട, ചോറ്, പപ്പടം, പഴം വേണ്ടെന്ന് പറഞ്ഞു, ഇല. ഇതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന സംഭവം. പല പല ഒക്കേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നൂലുകെട്ട് ആദ്യമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വിനീസ് കിച്ചൺ അവരുടെ വീട്ടിലേക്ക് ആ ഒരു ബോക്സ് കൊടുക്കുമ്പോൾ അത് വളരെ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വളരെ വളരെ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വക ഒരു ബെസ്റ്റ് വിഷസും കൂടി അവർക്ക് വേണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെ വിശ്വസിച്ച് അവരുടെ ഒരു വലിയൊരു ഈവൻറ്റിന്, അവരുടെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഈവൻറ്റ് നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് നമ്മളത് എത്രത്തോളം സ്പെഷ്യലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ പോവുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയി ആ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റ് അതൊരു വേറെ ലെവൽ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പാപ്പുക്കുട്ടിയെ കയ്യിലെടുത്ത് ഒരു വിഷൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു സന്തോഷം തരുന്ന ഒരു ഹാപ്പി മൊമെൻ്റാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യെസ്, ഇത് ഇപ്രാവശ്യത്തെ വിശേഷങ്ങൾ ഇത്രമാത്രം. വീണ്ടും ഒരുപാട് റെസിപ്പിയുമായി